ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. MJ അങ്കിൾ, നമ്മൾ ചില ആൾക്കാരെ പറയത്തില്ലേ വില്ലാളി വീരൻ എന്നൊക്കെ, അതുപോലെ ഒരു വില്ലാളി വീരത്തി എത്താൻ പോവാണ്. ഓക്കെ, കുറേ വിശേഷങ്ങളും കുറച്ച് പാട്ടുമായിട്ട് ഒരു കുഞ്ഞി ഏഞ്ചലിനെ നമ്മൾ വെൽക്കം ചെയ്യാൻ പോവാണ്. ലിറ്റിൽ ഏഞ്ചൽ ആണ് വരുന്നത്. ലെറ്റ്സ് വെൽക്കം ടെസക്കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ മീനൂട്ടി ചേച്ചി. ഹായ് ടെസക്കുട്ട. ഹായ് ടെസ ബേബി. ടെസക്കുട്ടി ഇന്ന് ട്രഡീഷണൽ ആണോ? ആ തിരിഞ്ഞു കാണിച്ചു കൊടുക്ക മുടി. നല്ല ഭംഗിയുണ്ടല്ലോ ഉടുപ്പ്. നല്ല ഭംഗിയുണ്ട്. ആ ഈ ഉടുപ്പ് നല്ല ഭംഗിയില്ലേ, നല്ല രസമുണ്ട്. വെറൈറ്റി. ഇത്രം വരെ എനിക്ക് 4 വയസ്സുള്ളപ്പോ ഉള്ള ഉടുപ്പ്. ഇത്രം വരെ എന്നിട്ട് ഓരോ വയസ്സും കൂടുമ്പോ ഓരോ ലെയറും കൂടിക്കൊണ്ടിരിക്കുക. ഓ അങ്ങനെ അമ്മയുടെ ക്രിയേറ്റിവിറ്റി ആണോ ഇത്? അമ്മേനെ ഒരു ഫാഷൻ ഡിസൈനർ ആക്കണമെന്ന് തോന്നുന്നു. അതെ, ആക്കേണ്ടതായിരുന്നു നമ്മൾ. ഹലോ ഉണ്ടെങ്കിലേ ഞാൻ MJ അങ്കിളിനോടാ പിണങ്ങട്ടെ. കാരണം എന്താണെന്നറിയോ? MJ അങ്കിള് വിയറ്റ്നാമിലൊക്കെ പോയിട്ട് എനിക്ക് എന്തെങ്കിലും ചേച്ചിക്കും മീനാക്ഷി ചേച്ചിക്കും ഒരു തൊപ്പി എടുത്തില്ലേ? അത് ഇവിടുത്തെ ആട്ടോ, അത് ഇവിടുത്തെ പേരാട്ടോ ബേബി. നോണ പറയാ. പപ്പയും അമ്മയും വിയറ്റ്നാമിൽ പോയില്ലേ? അപ്പം അതേ തൊപ്പി തന്നെ ഇച്ചിരൂടെയും വലുതേ ഈ വിയറ്റ്നാം മൊത്തം കാണിക്കുന്ന പോലെ ഒരു പിക്ചറെ. എന്നിട്ട് അങ്ങനത്തെ ഒരു തൊപ്പി മേടിച്ചായിരുന്നു. ഫ്ലൈറ്റ് കയറിയപ്പം ഒരിടത്തും വെക്കാൻ പറ്റത്തില്ല. അമ്മ ഫ്രണ്ട് വെച്ച് നോക്കി. അപ്പം മുമ്പിലുള്ള ആൾക്കാരുടെ ഇവിടെ കുത്തുവാ, ക്യൂ നിക്കുവല്ലേ. ബാക്കിൽ വെച്ച് നോക്കിയപ്പോഴോ ബാക്കിലുള്ള ആൾക്കാരെ കുത്തുവാ. തലയെ വെച്ച് നോക്കിയപ്പോഴോ ഒന്നും കാണത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തേരെ ആൾക്കാരുടെ മേത്തോട്ട് ഇങ്ങനെ കുത്തുക. എന്നിട്ട് അവസാനം അമ്മ ഒരു കവറിന്റെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ഇങ്ങനെ പിടിച്ചോണ്ട ഇങ്ങനെ ഫ്ലൈറ്റ് കയറി. ചേച്ചി ഇവിടെ വരെ പിടിച്ചോണ്ടിരുന്നോ കയ്യില്? ഓ തൊപ്പിക്കഥ. പോയിരുന്നോ വിയറ്റ്നാമിൽ? കൊണ്ടുപോവാന്ന് പറഞ്ഞാണ്, കൊണ്ടുപോയില്ല. അയ്യോ പറ്റിച്ചു. പറഞ്ഞില്ലേ? ഞാൻ കൊറേ കാല് പിടിച്ച് മമ്മ വലിച്ചോണ്ട് ഇങ്ങനെ പോവായിരുന്നു. ഞാനിങ്ങനെ കാലിൽ ഇങ്ങനെ പിടിക്കുവാണേ നിലത്ത് കിടന്നിട്ട്. തോമ അപ്പോ ഇന്ന് ജിമിക്ക് കമ്മലാണോ? ഞാൻ ജിമിക്ക് കമ്മലൊക്കെ ഒരുങ്ങിയിട്ടോണ്ട് വന്നിട്ടുണ്ട്. ടെസക്കുട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ചെയ്യുമ്പോൾ സുന്ദരിയാവും കേട്ടാ. ഞാൻ മേക്കപ്പ് ചെയ്ത് സുന്ദരിയല്ലേ? അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ, മേക്കപ്പ് ചെയ്യുന്ന കാര്യമല്ലേ പറഞ്ഞുള്ളൂ. അപ്പൊ ഞാൻ മേക്കപ്പ് ചെയ്തില്ലെങ്കിലോ ഞാൻ സുന്ദരിയാണോ ഇല്ലയോ എന്ന് പറയാം. അത് മാത്രം കേട്ടോ. മീനുട്ടാ സുന്ദരിയാണ്. ആര്യക്കുട്ടി ഉണ്ണിച്ചേട്ടാ പിന്നെ സംശയം ഉണ്ടോ? പിന്നെ അപ്പൊ എനിക്ക് സംശയമില്ല, സുന്ദരി മണിയല്ലേ? ഇവിടെ ബിരിയാണി ഒന്നും കിട്ടിയില്ല. ബിരിയാണി തരാന്ന് പറഞ്ഞായിരുന്നല്ലേ? പിന്നെ മധുവിന് മാത്രം വീട്ടിൽ വിളിച്ചിട്ട് വലിയ ഭയങ്കര ഫീസ്റ്റ് ഒക്കെ കൊടുത്തില്ലേ? വീട്ടിൽ വന്നില്ലല്ലോ. എനിക്ക് ടെസക്കുട്ടി എടുത്ത് പിണങ്ങാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ പോവാട്ടോ. ബിരിയാണി ഒന്നാമത്തത്, ഹായ് പറയാത്തത് രണ്ടാമത്തത്. ഒന്ന് ഈ ഇറങ്ങി പോകുന്ന എനിക്കൊന്ന് കാണണമല്ലോ. കാണണമല്ലോ. ഞാൻ ഇപ്പൊ പോവും. എന്നാ ഒന്ന് കാണട്ടെ. ഇറങ്ങി പോന്ന് ഞങ്ങള് വേണ്ട, നമ്മുടെ ഹെൽത്തിന് താപത്താണ്. അതെ, നോ ഞാനിപ്പോ പോവും. ഒന്ന് കാണട്ടെ. അല്ലെങ്കിൽ ഒരു കാര്യം പാട്ട് കേട്ടിട്ട് പോവാം. അത് മതി, പാട്ട് കേട്ടിട്ട് പോവാം. എനിക്കറിയായിരുന്നു പാട്ടാണ് ഇമ്പോർട്ടന്റ്. ഞാൻ പോവും. എവിടെങ്കിലും പൊക്കോ. പാട്ട് കേൾക്കാനിരുന്നാ മതി. അത് കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിൽ മതി, വേറെ എവിടെങ്കിലും. പക്ഷെ അപ്പം മിഠായി മഴ കിട്ടില്ല. ശരിയാ. ഒരു ഇവിടെ തന്നെ അല്ല, ആ പരിപാടിയില്ല. എന്നടുത്ത് പറഞ്ഞില്ലേ പൊക്കോ, എവിടെ വേണമെങ്കിൽ പൊക്കോ. ഞാൻ പാട്ട് കഴിയുമ്പോൾ ഞാൻ അടിച്ചു പോകും. ഓക്കെ, അപ്പൊ പാടിക്കോ. ജിമിക്ക് കമ്മലല്ലേ? ഡീറ്റെയിൽസ്. മ്യൂസിക് ഷാൻ റഹ്മാൻ സാറ്, ലിറിക്കിസ്റ്റ് അനിൽ പനിച്ചൂരൻ സാറ്, സിംഗറ് വിനീത് ശ്രീനിവാസൻ സാറ്, രഞ്ജിത്ത് ഉണ്ണി സാറ്, പിന്നെ മൂവി സിനിമ വെളിപ്പാടിന്റെ പുസ്തകം. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ബേബി. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജിമിക്ക് കമ്മൽ എന്റെ പെൺ കട്ടോണ്ട് പോയേ, എന്റെ പെണ്ണ് ബ്രാൻഡ് കുപ്പി എന്റെ മാ കുടിച്ചതേ, എന്റെ
ജിമ്മിക്ക് കമ്മൽ എന്റെ പെൺ കട്ടോണ്ട് പോയേ എന്റെ പെണ്ണ് ബ്രാൻഡി കുപ്പി എന്റെ മാ കുടിച്ചു തത്തേ എവിടൊരു ജാഗരയും വേലകളെയും ഒത്തു വന്നപ്പോ ചിലരുടെ തോർത്തു കീറി പോയ കാര്യം ഓർത്തു പോകവേ അലകട കാച്ചിന് നീ കാതു കുത്താൻ പാടുപെടേണ്ട സഹചര സേനാപതി വീര പടുകാമലോലുബായി എന്റെ അമ്മയുടെ ജിമ്മിക്ക് കമ്മൽ എന്റെ പെൺ കട്ടോണ്ട് പോയേ എന്റെ പെണ്ണ് ബ്രാൻഡി കുപ്പി എന്റെ മാ കുടിച്ചത് എന്റെ അമ്മയുടെ ജിമ്മിക്ക് കമ്മൽ എന്റെ പെൺ കട്ടോണ്ട് പോയേ എന്റെ പെണ്ണ് ബ്രാൻഡി കുപ്പി എന്റെ മാ കുടിച്ചത് ചെമ്മീൻ ചാടിയാൽ മുട്ടോളം പിന്നേൻ ചാടിയാൽ ചട്ടോളം ചുമ്മാ ഊതാൻ നോക്കാതെ തയം കളിക്കാൻ നിൽക്കാതെ വട്ടം ചുറ്റിച്ചോരെല്ലാം വട്ടപൂജ്യം പോലായി വട്ടം കാണാൻ കൊതിയായി വെട്ടത്തിറങ്ങാൻ മടിയായി കളിവേഷം പോയടാ ഇനി വേഷം മാറടാ മലയാറ്റു പള്ളിയിൽ ഒരു കുരിശും കൊട നേരം മല പോലെ വന്നത് എലി പോലെ പാഞ്ഞടാ ജനം പിന്നം ചില മഴ പൊടിക്കണ പൊടിയൂത്തുകളെ ജിമ്മിക്ക് കമ്മൽ എന്റെ പെൺ കട്ടോണ്ട് പോയേ എന്റെ പെണ്ണ് ബ്രാൻഡി കുപ്പി എന്റെ മാ കുടിച്ചത് എന്റെ മേള ജിമ്മിക്ക് കമ്മൽ എന്റെ പെൺ കട്ടോണ്ട് പോയേ എന്റെ പെണ്ണ് ബ്രാൻഡി കുപ്പി എന്റെ മാ കുടിച്ചത് ഇവിടൊരു ജാഗരയും വേലകളി ഒത്തു വന്നപ്പോ ചിലരുടെ തോർത്തു കീറി പോയ കാര്യം ഓർത്തു പോകവേ അലകട കാച്ചിന് നീ കാതു കുത്താൻ പാടുപെടേണ്ട സഹചര സേനാപതി വീര പടുകാമലോലുബായി എന്റെ മേള ജിമ്മിക്ക് കമ്മൽ എന്റെ പെൺ കട്ടോണ്ട് പോയേ എന്റെ പെണ്ണ് ബ്രാൻഡി കുപ്പി എന്റെ മാ കുടിച്ചത് എന്റെ മേള ജിമ്മിക്ക് കമ്മൽ എന്റെ പെൺ കട്ടോണ്ട് പോയേ എന്റെ പെണ്ണ് ബ്രാൻഡി കുപ്പി എന്റെ മാ കുടിച്ചത് ഞാൻ പോണേണ് അയ്യോ 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 ഞാൻ പോണേണ് ആര് ചേച്ചി ടെസ ബേബി? ഞങ്ങളോട് തടയണ്ടാന്ന് പറഞ്ഞു. ടെസ് ബേബി ദേ പോണു. ഇങ്ങോട്ടായിരിക്കും എന്തായാലും വരുന്നേ പോയിട്ട് ഇപ്പൊ തിരിച്ചു വരും നോക്കിക്കോ അയ്യോ ഇങ്ങോട്ട് പോകുന്നേ ഞാൻ പറഞ്ഞില്ല, ഞാൻ കുഞ്ഞടാ യെസ്. ഞാൻ പോകാൻ പോകുകയായിരുന്നു. പിന്നെ ആരും തടയാത്തോണ്ട് ഞാൻ തിരിച്ചു അല്ല വന്നു. അവൾക്ക് അറിയാം ഏതുവരെ പോകും. അല്ല എന്നിട്ട് പറയാ ആര് ചേച്ചി തടയണ്ട തടയണ്ടെന്ന്. നമ്മുടെ ടെസ്സക്കുട്ടി ഇത്രയും നന്നായിട്ട് പാടുമ്പോ ഞാൻ എങ്ങനെ പോകുന്നേ? അത് ശരി, അത് അത് ശരിയാ. ഒന്ന് ശരിയാണോ? അല്ല മര്യാദയാണോ? അല്ല മര്യാദയല്ല. എനിക്ക് മര്യാദ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? പല്ല് പോയാ അതിനിടയില് എപ്പോ പോയി? അനിയനെ ഇടിച്ചു കളഞ്ഞ ഇടിച്ചപ്പോ പല്ല് പോയോ? നല്ല ഇടിയാ. വെറൈറ്റി തന്നെ. നീ എപ്പോ വരും പല്ല്? പല്ല് വരുമോ? വരും. ആണോ? ഷുവറാണോ? അതെങ്ങനെ അറിയാം? ടെസ്സക്കുട്ടിക്ക് പല്ല് വരുന്ന എങ്ങനെ അറിയാം? അതറിയാം, അതെല്ലാവർക്കും വരും. എല്ലാവർക്കും എല്ലാവർക്കും വരും. ആർദ്രാസനു ഹായ്. ആർദ്ര മുന്നേ വന്നിട്ടില്ലേ ഇവിടെ? ഉണ്ട്. വന്നിട്ടുണ്ട്. യെസ്. ആര്യ ആര്യ പിടിക്കാണ്. ജുവാനിറ്റ ജുവാനീറ്റ യെസ്. ജുവാൻറ്റി വന്നിട്ടുണ്ട്. 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 ജോവിറ്റ ഉണ്ട്. വന്നിട്ടുണ്ട്. സൂപ്പർ ഡാൻസേഴ്സ് ആണല്ലോ. കിട്ടില്ല ഡാൻസേഴ്സ് ആണ്. ഇങ്ങനെ കൈയെടുത്തുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അതെ അതെ. ചെമ്മീൻ ആ. ചെമ്മീൻ അത് ഞാൻ ചെയ്ത ഭയങ്കര നന്നായിരിക്കും, അതുകൊണ്ട് ഞാൻ ചെയ്യണോ? ചെമ്മീൻ ചെമ്മീൻ ചെയ്യണോ? ചെയ്യുന്നില്ല. ചെയ്യ്. ഒരു കാര്യം മനസ്സിലാക്കണം, എന്താ മനസ്സിലാക്കണ്ടേ? നെത്തോലി ഒരു ചെറിയ മീനല്ല. അല്ല ചെറിയ മീനല്ല. അത് എപ്പോഴും മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്ക് ചെമ്മീന്റെ ഒരു ഇഷ്ടപ്പെട്ടാലോ? ചെമ്മീൻ സ്റ്റെപ്പാണോ അത്? അതെങ്ങനെയാ? അത് കാണിച്ചു തരും. ഈ ഒന്നുകൂടെ ഇടുവോ? മെനുകൂട്ട് അത് കാണിച്ചു. ഞാൻ പിടിക്കണം മൈക്ക്.
അതല്ലേ പാട്ട് കഴിഞ്ഞപ്പം ഇവര് പകുതി പേരും പകുതി സ്റ്റെപ്പ് മാറുന്നു. പക്ഷെ MJ നോക്ക് എല്ലാം പഠിച്ചു. ഓർത്തിരിക്കുക ആ, ഇത്. മുദ്ര. അതിനുശേഷം ഇത്. അല്ല മുദ്ര ശ്രദ്ധിക്കണം. അതെ. കിടിലൻ. മുദ്രാങ്കിത നർത്തനം എന്ന് പറയുന്നത്. എനിക്ക് അപ്പോഴേ തോന്നിയത് അതാണെന്ന്. അല്ലെങ്കിൽ MJ സാർ നാട്യശാസ്ത്രത്തിൽ പുലിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ആ രേചകമൊക്കെ പറഞ്ഞോ? ഏത് രേചകം. ഇല്ല ഓർമ്മയുണ്ട്. നീ ഇങ്ങനെ പുര ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടേ, ആ. എന്റെ അമ്മയുടെ ചേച്ചി. ഹായ്, വെൽക്കം ടു ടോപ്പ് സിംഗർ സീസൺ 6. രസകുടി അസലായിട്ട് പാടിയല്ലേ? മിടുക്കിയായിട്ട് പാടി. തകർത്തി. താങ്ക് യു. ഭയങ്കര ഋതമായിരുന്നു അതെ. അല്ലേ? റിത്മിക്. ആ പിന്നെ എന്നെ എലിന്ന് വിളിച്ചു. എലിന്ന് മാത്രമല്ല, ആ, മല പോലെ വന്ന് എലി പോലെ വേറെന്തൊക്കെ പോയത്. ഇങ്ങനെ എലി ഇതൊക്കെ എന്നെ എലി എന്ന് എന്നെ നോക്കി. അങ്ങനെ നോക്കിയോ? ആ ഞാൻ പോണേണ്. പിന്നെ മറ്റേ ആ ചെമ്മീൻ ചാടിയാൽ എന്ന് പറഞ്ഞ വരിയില്ലേ, ആ വരി ഫുൾ MJ സാറിനെ നോക്കിട്ടാ പാടി. പാടി. ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെയും ചാടിയാൽ ചട്ടിയോളം, ചുമ്മാ ഊതാ നിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. തയം കളിക്കാൻ നിൽക്കാം. കണ്ടോ, അതൊക്കെ കളിക്കാൻ, അത് എന്നെ മാത്രം നോക്കിയാണ് പറഞ്ഞത്. എന്നൊക്കെ ഫുൾ MJ സാറിനെ MJ സാർ അവിടുന്ന് പോകുമെന്ന് പറഞ്ഞില്ലേ, ഞാൻ അതുകൊണ്ട് പോണേണ്. ഞാൻ ഞാൻ പോണേണ്. ദേ പോയി. ഇത് ശരിക്കും പോകട്ടോ. ഇറങ്ങി പോയിട്ടുണ്ടോ അങ്ങനെ? തിരിച്ച് എന്ന് സീറ്റിലോട്ട്. വിളിച്ചോ അതാന്നല്ലേ ശരിക്കും. അതെ 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 അതെ. കറക്റ്റ് പറയണ്ടേ, തിരിച്ച് സീറ്റിലോട്ടാണ്. എല്ലാവരുടെയും സ്വഭാവം എനിക്കറിയാം. ആ, അതാ. നമ്മുടെ എല്ലാവരും കണ്ടോ? സ്വഭാവം അറിയാം രസക്കുട്ടിക്ക്. കറക്റ്റ് ടെസ് ബേബി പറഞ്ഞത്. ഓടി. മുഖം നോക്ക്. ഷോ ചോന്നു തിരിച്ച് വിളിക്കും. വിളിച്ചോ, വിളിച്ചോ. അവസാനം മൊത്തം ഈ എപ്പിസോഡ് മൊത്തം തീരേണ്ട വരും. തീരേണ്ടി വരും. അവളുടെ ഇവിടെ വന്ന് നിൽക്കുക. ഇവിടം വരെ ഉണ്ട് MJ സാർ. അത് വേണ്ടെന്ന് വെച്ചിട്ട് ഒരു കുടുംബം മൊത്തം അവിടെ നിന്ന് വിളിക്കില്ലേ? നമ്മുടെ ഓഡിയൻസ് മൊത്തം എന്നെ ട്രോൾ ചെയ്യട്ടാ. പറയും നമ്മുടെ കുഞ്ഞിനെ പൊടിയെന്നൊക്കെ വിളിച്ചത്. നമുക്ക് കുഞ്ഞല്ലേ. യെസ്, മിടുക്കി മിടുക്കി മിടുക്കി. താങ്ക് യു അരി ചേച്ചി. ഈ ടെസ് ബേബിയുടെ പാട്ടും ആ ആക്ഷൻസും ഒക്കെ ഇഷ്ടപ്പെട്ടു. കൂടെ വന്ന ഡാൻസേഴ്സും സൂപ്പർ സൂപ്പർ. പിന്നെ ഇപ്രാവശ്യം സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ കോറസും ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഗംഭീര ഡാൻസ്. വൺ ഡാൻസ് ആയിരുന്നു അവര്. പ്രാക്ടീസിന് അവര് നല്ലപോലെ ഡാൻസ് കളിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ആണോ? ശരിയല്ലെന്ന്. ആ അവര് അടിപൊളിയായി ഡാൻസ് കളിച്ചു. അവര് പ്രൊഫഷണൽ കേട്ടോ, ഡാൻസേഴ്സ് MJ പറഞ്ഞത്? അല്ലേ? എന്താ പറഞ്ഞേ? ഇപ്പൊ ശരിയായില്ലാന്ന്. ഇപ്പൊ ശരിയായില്ല, ഇപ്പൊ ശരിയായില്ലേ? ഇന്ന് ഫുള്ള് ഉടക്ക. നേരത്തെ റിഹേഴ്സൽ നന്നായിരുന്നു. ഇപ്പൊ ശരിയായിരുന്നു. എംജെങ്ങളെ കൊണ്ട് തോറ്റല്ലോ. അയ്യോ ഞാൻ തോറ്റു. എന്ത് ചെയ്യാനാ, എന്റെ അടുത്ത് ഇങ്ങനെ സഹിക്കണ്ടേ. സോറി. എന്തായാലും ടെസ് ബേബി മിടുക്കിയായിട്ട് പാടിട്ടോ. താങ്ക് യു. എല്ലാ ഭാഗങ്ങളും ഇഷ്ടപ്പെട്ടു. അത് ഹൈ പാടിയതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. താങ്ക് യു. വെരി ഗുഡ്, അമേസിംഗ് പെർഫോമൻസ്. അതെ. ആരെക്കുട്ടി ടെസ ബേബി ആരാന്ന് വിചാരിച്ചേ? മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ സംഭവമാണ്. ടെസ് ബേബി. പലരുടെയും ഗുരുവാണ്. അതെ അതെ. മീനോട്ടിയുടെ ഒക്കെ ഗുരുവാ. ആ അതെ അതെ അതെ. ആ ആരാ? അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കട്ടെ thank you. ഉണ്ണിയങ്ങള്. നമ്മളൊക്കെ ആക്ടിംഗ് ഒക്കെ പഠിപ്പിച്ചത് ടെസ്. എന്ത് തരാന്ന്? അനുഗ്രഹം. ഞാൻ പാവല്ലേ? അതുകൊണ്ടാ വന്നേ. അനുഗ്രഹം. ഭർത്താവ് അനുഗ്രഹിച്ചു. അതെ. ടെസക്കുട്ടി ഒരു ഫയർ ബ്രാൻഡ് പെർഫോമറാണ്. പാട്ട് മാത്രമല്ല, ഡാൻസ്, സംസാരം താങ്ക് യു. ഗംഭീരായിരുന്നു. താങ്ക് യു. ആ ഡാൻസേഴ്സ് കുട്ടികൾക്കൊക്കെ ഒരു സ്പെഷ്യൽ താങ്ക്സ്. ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. എപ്പോഴും നിങ്ങൾ ഡാൻസും എന്നല്ലേ പറയുന്നത്. ഈ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്ത ആരാന്നറിയോ? പറയൂ. ആരായിരിക്കും? ആരായിരിക്കും? എന്റെ പപ്പയായിരുന്നു കൊറിയോഗ്രാഫി. ആണോ? എന്റെ പപ്പയും എന്റെ ഫ്രണ്ട്സും. ഓ, Variety പപ്പയ്ക്ക് ഒരു കയ്യടി. ഇവിടെ വന്നില്ലേ? ചേച്ചിയെ സംശയിച്ചു. പപ്പ വന്നില്ല? പപ്പ ഒന്നില്ല, പപ്പയുടെ സ്വന്തം. തിരക്കായിപ്പോയി. എന്തായാലും എന്നെ പോടാന്ന് വിളിക്കുന്നു പറഞ്ഞില്ലേ, അതുകൊണ്ട് ഒരു തീരുമാനമാക്കി. ഇന്ന് മധുര മഴയില്ല. ആ അത് ചിലപ്പോ സീരിയസ് ആയിരിക്കും. ഇപ്പൊ എന്ത് ചെയ്യും ടെസ് ബേബി? അതെന്തായാലും നടക്കും. ആ കണ്ടോ കോൺഫിഡൻസ്. കോൺഫിഡൻസ് കണ്ടോ? എന്തായാലും നടക്കും. എന്ത് നടക്കുന്നത്? പക്ഷെ MJ നമ്മള് രസക്കുട്ടിക്ക് കൊടുത്തില്ലെങ്കിലും നിങ്ങൾ വഴക്കാണെങ്കിലും ഞാൻ പോടാൻ വിളിച്ചില്ലല്ലോ. അത് ശരിയാണല്ലോ. ഇല്ലേന്നാ ചോദിച്ചേ. അല്ല ഞാൻ പറഞ്ഞ നമ്മളെ വിശ്വസിച്ച് ഇത്രയും പേര് വന്നതല്ലേ ഇവിടെ ഡാൻസ് കളിക്കാൻ. അപ്പൊ അവർക്ക് കൊടുക്കണ്ടേ? അവർക്ക് കൊടുക്കണം. ആ അപ്പൊ അവർക്ക് മാത്രമായിട്ട് കൊടുക്കാം. അപ്പൊ രസക്കുട്ടിക്ക് എടുക്കാൻ പറ്റത്തില്ലേ? ഇല്ല ഇല്ല ഇല്ല. ഞാൻ കട്ടെടുക്കും. ഞാൻ കട്ടെടുക്കും. മീനുട്ടി ഒരു തീരുമാനമാക്ക്. എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ നിങ്ങളൊന്ന് കൂട്ടുകൂടുവായിരുന്ന നല്ലതായിരുന്നു. ഞാൻ പറയുന്നു, ഇത്ര നല്ലോണം പാട്ടുപാടിയ സ്ഥിതിക്ക് ടെസക്കുട്ടിക്ക് എന്തായാലും ഞാൻ ഒരു chocolate. കുട്ടി വേണമെങ്കിൽ കൊടുത്തു. ചോക്ലേറ്റോ? ഒരു ചോക്ലേറ്റ് എടുക്കാം. ഒരു ഒറ്റയൊന്ന്. അതിൽ ഒരു ഒറ്റ ചോക്ലേറ്റ് എടുക്കാൻ പാടുള്ളൂ. ബാക്കിയൊക്കെ ഡാൻസേഴ്സ്. കണ്ടീഷൻ ഓക്കെ. അതിലും നല്ലത് ഇപ്പൊ ഒരു ഉമ്മ കൊടുത്തത് സെറ്റിൽ ചെയ്യുന്നത്. ഓക്കെ, അതാ നല്ലത്. ചാച്ച ഉമ്മ പറഞ്ഞു. ബൈ. അത് പറ്റില്ല, ബയ്യൊന്നും പറ്റില്ല.
കൂട്ടുകൂടാ ഇത് മധുരമഴ വീട് കഴിഞ്ഞിട്ട് ഞാൻ പോവല്ലേ. ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മ മാത്രമായിരിക്കും അതിന്റെ കൂടെ ബയ്യും പറ്റൂല. കൂട്ടുകൂടാ ആ അതാണ്. ചക്കരമ്മ. അപ്പൊ എന്റെ തീരുമാനത്തിൽ ഒരു വ്യത്യാസം ഉണ്ടെന്ന് കണ്ടോ ആലോചിച്ചു. പൊറോട്ട നല്ലത്. ഉമ്മ രസകുട്ടിക്കും നമ്മളെ കുഞ്ഞുങ്ങൾക്കും ഒരു മധുരം മഴ. എടുത്തോ. ഒരു 5 സ്റ്റാറിന്റെ കവറാണ് ഇതിന് കൂടെ. 2 3 4 5 6 7 8 9 10. I ടൈം ഔട്ട്. ഒത്തിരി എടുത്തു. ഓക്കെ ഇതെന്താ എല്ലാവരുടെ കയ്യിൽ. താങ്ക് യു എല്ലാവർക്കും. ഇനി വരണേ. ബൈ സി യു. ബൈ എവരിബഡി. ടാറ്റാ ഗുഡ് നൈറ്റ്. ഇനി നമ്മുടെ ജഡ്ജസ് ചോയ്സ് ആണ് വരാൻ പോകുന്നത്. Yes. ജഡ്ജസ് ചോയ്സിൽ പെർഫോം ചെയ്യാനായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ ആളെ ഇറക്കിയിട്ടുണ്ട്. ശ്രിയ സോജി. Yes, let's welcome Shriya Kutti on stage. ഹലോ. Oh, hello. ഏയ് ഇതെന്താ തലയില് ക്യാപ്പ്. അത്. തൊപ്പി? യെസ്. സ്റ്റൈലിൽ വെച്ചാണ് അല്ലേ? തൊപ്പിക്കാരാ? ഏ, പട്ടാളക്കാരാണ്. അല്ല 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 വേറെ. വേറൊരു പാട്ട്. അപ്പം ജഡ്ജസ് ചോയ്സിൽ ഏത് പാട്ട് കിട്ടിയാലും ഇങ്ങനെ തന്നെ പാടുവോ? ഈ പാട്ട് റൗണ്ടിന് ചേരുമെങ്കിൽ ഞാൻ ഇതിടും. ഇടും. അല്ലെങ്കിൽ Yes. പാട്ട് അല്ലെങ്കിൽ ഞാൻ വേറെ ട്രാൻസ്ഫോം ആയിട്ട് വേറെ ഇടും. വേറെ ഇടും. എല്ലാം പ്രിപ്പയർഡ് ആണ്. അതെ ഉണ്ടല്ലോ ശ്രീയക്കുട്ടി. ഇപ്പൊ വേറൊരു ചടങ്ങുണ്ട് നമുക്ക്. ഇപ്പൊ നമ്മൾ അവിടുന്ന് ഒരാൾ ഇങ്ങോട്ടേക്ക് ഞാൻ വിളിക്കും. അപ്പൊ വരും. ഇപ്പൊ നമ്മൾ പുതിയ ഘട്ടത്തിലേക്ക് എത്തി. അത് ഹാപ്പി അല്ലേ? യെസ്. കൺഗ്രാറ്റ്സ്. Thank ആദ്യം you. തന്നെ അതിനെ പറ്റി എന്താ പറയാനുള്ളത്? അതിനെപ്പറ്റി ഐ എം വെരി ഹാപ്പി. എനിക്ക് ഇത്രയും റീച്ച് ചെയ്യാൻ പറ്റിയതിൽ Congrats. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പിന്നെ വിൻ ചെയ്യുന്ന ലൂസ് ചെയ്യാൻ അതൊന്നും അല്ല, ഈ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഭയങ്കര താങ്ക്ഫുൾ ആണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ ശ്രീയക്കുട്ടിയോട് ഞാൻ പറയാൻ വന്നത്, ഞാനിപ്പോ അവിടുന്ന് ഒരാളെ ഇങ്ങ് വിളിക്കും. അപ്പൊ വന്നിട്ട് ശ്രീയക്കുട്ടിയുടെ മൊത്തം ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് നമ്മൾ എവിടെ അവതരിപ്പിക്കാം. Okay. Okay? മിനുടെ എന്തോ ഈ ശ്രീയക്കുട്ടി ഇത് അറിഞ്ഞിട്ടില്ല കേട്ടോ. അയ്യോ അറിഞ്ഞില്ലേ? ടോപ്പ് സിംഗർ അതറിഞ്ഞില്ല. വിൻ ചെയ്യുന്നവർക്ക് ഇല്ല ഇല്ല അറിഞ്ഞില്ല അതറിഞ്ഞില്ല. ശ്രീയക്കുട്ടി. MJ അതൊക്കെ കൊടുക്കും. MJ uncle ഇല്ലേ ടോപ്പ് സിംഗർ വിന്നർക്ക് ഐഫോൺ കൊടുക്കുന്നുണ്ട്. ഐഫോണോ? അതെ, അതെ, അതെ. Yes. ഇപ്പൊ അനൗൺസ് ചെയ്തതേ ഉള്ളൂ. സത്യമായിട്ടും. പോരാത്തതിന് കൂടെ ജഡ്ജ് ചെയ്യുന്ന ജഡ്ജിനും ആങ്കർ ചെയ്യുന്ന എനിക്ക് എന്തെങ്കിലും ഐഫോൺ പോലത്തെ ഓൾറെഡി ഐഫോൺ ഇല്ലേ? എടാ ആ ഒരു റേഞ്ച് വരുന്ന വേറെ എന്തെങ്കിലും. ഓക്കെ എന്നാ എനിക്ക് എനിക്ക് പഴയത് എനിക്ക് തന്നു. എനിക്ക് ഒരൊറ്റ കാര്യം എന്താ പറയാം. വിക്കലൊക്കെ തുറന്ന് സംസാരിക്കൂ. എന്റെ ആകെ ഒരു ഐഫോൺ അതാണോ കൊടുക്കുന്നത്? സെക്കൻഡ് ഹാൻഡ് നടക്കുന്നില്ല കേട്ടോ. അല്ല അത് ഞാൻ ഓക്കെയാ. എടാ വേണ്ട, ഫ്രഷ് തരും. ചെയ്തായിരുന്നു നേരത്തെ. ഓക്കെ ഞാൻ ഓക്കെ ടോപ്പ് അല്ല. സിംഗർ ആണോ? വിന്നർ ആവണം. ഓ ആ. ഓക്കെ ഓക്കെ. വിന്നറായ കിട്ടും. ഓക്കെ ഓ ട്രൈ മൈ ബെസ്റ്റ്. you try your best. ഐഫോണിന് വേണ്ടി. അപ്പൊ ഉണ്ണിയങ്കൾ Yes. വെൽക്കം. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. പറ്റും. അതെ ഞാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യും. ഹാർട്ടി കൺഗ്രാറ്റ്സ് മോളെ താങ്ക് യു. ഈ സ്റ്റേജിലെത്തിയതിന്. താങ്ക് യു. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുന്നതിന് എല്ലാത്തിനും ബെസ്റ്റ് വിഷസ്. താങ്ക് യു. അപ്പൊ ഉണ്ണിയങ്കൾ എന്തൊക്കെയാണ് നമ്മുടെ ശ്രീയക്കുട്ടി ഇതുവരെ എത്ര പാട്ട് പാടി? ഒരു ഗ്രാഫ്, അതെ പ്രോഗ്രസ് കാർഡ് അതെ. പറയട്ടെ? യെസ്. യെസ്, എല്ലാം അറിയുന്നതാണ്. എന്നാലും നമുക്ക് ഓഡിയൻസിനോടൊന്ന് പറയാം അല്ലേ? യെസ്. അപ്പോ ശ്രീയക്കുട്ടി ഇപ്പോ ഇതുവരെയും 35 പാട്ടുകൾ പാടിയിട്ടുണ്ട്. യെസ്. ഇത് 36ാമത്തെ യെസ്. അല്ലേ? പിന്നെ ഈ 35 പാട്ട് പാടിയതില് 6 തവണ ഹൺഡ്രഡ്സ്. ആറ് മധുര മഴ. മഴയോട് മഴയാണ് അല്ലേ? ചെറപറ മഴ. പിന്നെ 2 സ്റ്റാർസ് 2 തവണ വാങ്ങിയത് അല്ലേ? ഓ അല്ലേ? അപ്പൊ ഇത്രയും ക്രെഡിറ്റ്സ് ഉണ്ട് നമ്മുടെ ശ്രീകുട്ടിക്ക്. യായ്. അപ്പൊ കൂടുതൽ ക്രെഡിറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള യാത്ര തുടരുകയാണ് ശ്രീകുട്ടി. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് വിഷസ്. താങ്ക് യു. അതെ. അപ്പൊ ജഡ്ജസ് ചോയ്സ് ആണ് റൗണ്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കിനി വിസ്താരയിൽ കാണാം 4 ജഡ്ജസിനെ. അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യണം. ഓക്കെ. എന്നിട്ട് എന്തുകൊണ്ടാണ് ആ ജഡ്ജിനെ സെലക്ട് ചെയ്തതെന്നും പറയണം. Okay, okay. ഓക്കെ. ഓക്കെ എല്ലാരും മനസ്സിലായില്ലേ? ഓക്കെ. ഓക്കെ. ഇനി ഒരാളെ സെലക്ട് ചെയ്യാൻ എന്തുകൊണ്ടാണ് ഇന്ന ജഡ്ജിനെ സെലക്ട് ചെയ്തതെന്നും പറയാം. ഓക്കെ. ഞാൻ ഉണ്ണി സാറിനെ സെലക്ട്. ആ ഓക്കെ. അത് ഉണ്ണി സാറ് ഭയങ്കര സ്വീറ്റ് പേഴ്സണാലിറ്റി. അപ്പം എനിക്ക് എല്ലാപ്പോഴും ഉണ്ണി സാറിനെ ചൂസ് ചെയ്യാൻ. എല്ലാരും സ്വീറ്റ് ആണ്. ഐഫോണില്ല. അത്
അതല്ല ഉണ്ണി സാർ അല്ല അങ്ങനെയല്ല, ഞാനിപ്പോ എന്താ പറയാ, എല്ലാരും സ്വീറ്റ് ആണ്. അല്ലല്ല, സത്യമായിട്ടും പറഞ്ഞോടാ, അത് ചുമ്മാ അല്ല പറഞ്ഞു. ശരിക്കും എല്ലാരും സ്വീറ്റാ. ഇപ്പൊ അവിടെ രണ്ടാളില്ല എന്ന് വിചാരിച്ചാ മതി. അതെ, എന്നിട്ട് ഞങ്ങൾ പറഞ്ഞോ, നമ്മളിവിടെ ഇല്ല. ഞാൻ ചെരിഞ്ഞു നിക്കാം, പുകഴ്ത്തിക്കോ. ഉണ്ണി സാർ ഭയങ്കര സ്വീറ്റ് ആണ്. അപ്പൊ എനിക്ക് പേഴ്സണാലിറ്റി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സംസാരിക്കുന്ന രീതിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു ഉണ്ണിക്കാറ്റാണ്. യെസ്. അതുകൊണ്ട് ഉണ്ണി അങ്കിളിനെ സെലക്ട് ചെയ്തു. ഇനി ഉണ്ണി അങ്കിൾ ഏത് റൗണ്ടാ എടുക്കുന്നത് നോക്കാം. ഓക്കെ. കുഞ്ഞുങ്ങളുടെ ഡാൻസ് ഉണ്ടല്ലോ. എന്താ ഡാൻസ്? അപ്പൊ ശ്രീയക്കുട്ടി, യെസ്. അടിപൊളി ഹിറ്റ്സിൽ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? അടിപൊളി ഹിറ്റ്സില് ഒരു മുത്തും തേടി ദൂരെ പോയി. യെസ്. അപ്പം ഈ കോസ്റ്റ്യൂം തന്നെ. വന്നിട്ടില്ല. അപ്പൊ ഈ കോസ്റ്റ്യൂം തന്നെ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. All the best, ശ്രീകുട്ടി. താങ്ക് യു. അപ്പൊ ശ്രീയക്കുട്ട നന്നായി പാടണം. Thank you. നമ്മുടെ ശ്രീയക്കുട്ടി പാട്ട് പാടുന്ന സമയത്ത് പ്രേക്ഷകർക്ക് സ്ക്രീനിന്റെ താഴെ ഒരു QR കോഡ് കാണാൻ വേണ്ടി പറ്റും. അത് സ്കാൻ ചെയ്തതിനു ശേഷം എല്ലാവരും നമ്മുടെ ശ്രീയക്കുട്ടിക്ക് വോട്ട് ചെയ്യണം കേട്ടോ. ഒരു മുത്തം തേടി തൂരിപ്പോയി മുങ്ങും ചന്ദ്രികെ, മണിമുത്തം കൊണ്ട് മൂടാം ഞാൻ നിന്നെ ഓമലെ. ഒരു മുത്തം തേടി തൂരിപ്പോയി മുങ്ങും ചന്ദ്രികെ, മണിമുത്തം കൊണ്ട് മൂടാം ഞാൻ നിന്നെ ഓമലെ. മറുമുത്തം മുത്തിനു പകരം നൽകും മുന്തിരി വള്ളി, കിളിയൊച്ചെടുത്തു വരുമ്പോൾ അതിനു തേന്മഴയല്ലേ. പല കടലും കാറ്റും കാമിക്കേ, ഇനി അവളും ഞാനും പ്രേമിക്കേ. പല കടലും കാറ്റും കാമിക്കേ, ഇനി അവളും ഞാനും പ്രേമിക്കേ. ഒരു മുത്തം തേടി തൂരിപ്പോയി മുങ്ങും ചന്ദ്രികെ, മണിമുത്തം കൊണ്ട് മൂടാം ഞാൻ നിന്നെ ഓമലെ. ഒരു മുത്തം തേടി തൂരിപ്പോയി മുങ്ങും ചന്ദ്രികെ, മണിമുത്തം കൊണ്ട് മൂടാം ഞാൻ നിന്നെ ഓമലെ. ഒരു പാരിജാതം പോലെ, ഒരു ദേവഗീതം പോലെ, കളഹംസമേ നീ വായോ, നറുമഞ്ഞു മൂടും പോലെ, മണിവീണമോടും പോലെ, മധുമാരി പെയ്യും പോലെ, ഇടമാനെ മുന്നിൽ വായോ, മലരമ്പു കൊള്ളും പോലെ. പുതുപൂവിരിക്കും തീരം, പുളകങ്ങൾ തേടും നേരം, ഒരു ഗാനം പാടൂ ഗാനം പാടേ. പല കടലും കാറ്റും കാമിക്കേ, ഇനി അവളും ഞാനും പ്രേമിക്കേ. പല കടലും കാറ്റും കാമിക്കേ, ഇനി അവളും ഞാനും പ്രേമിക്കേ. ഒരു മുത്തം തേടി തൂരിപ്പോയി മുങ്ങും ചന്ദ്രികെ, മണിമുത്തം കൊണ്ട് മൂടാം ഞാൻ നിന്നെ ഓമലെ. ഒരു മുത്തം തേടി തൂരിപ്പോയി മുങ്ങും ചന്ദ്രികെ, മണിമുത്തം കൊണ്ട് മൂടാം ഞാൻ നിന്നെ ഓമലെ.
പോയി മുങ്ങും ചന്ദ്രികെ മണിമുത്തം കൊണ്ട് മൂടാം ഞാൻ നിന്നെ ഓമലെ മുറുമുത്തം മുത്തിനു പകരം നൽകും മുന്തിരി വള്ളി കിളിയൊച്ചെടുത്തു വരുമ്പോൾ കാതിനു തേന്മഴയല്ലേ കലകടലും കാറ്റും കാമിക്കില്ലേ ഇനി അവളും ഞാനും പ്രേമിക്കില്ലേ കലകടലും കാറ്റും കാമിക്കില്ലേ ഇനി അവളും ഞാനും പ്രേമിക്കില്ലേ കലകടലും കാറ്റും കാമിക്കില്ലേ ഇനി അവളും ഞാനും പ്രേമിക്കില്ലേ താങ്ക് യു. ആഹാ, മിടുക്കി, മിടുക്കി. ശ്രീയക്കുട്ടി, യെസ് മാം. so happy to witness a performance. Witness. സോ ഹാപ്പി. Very happy. എവിടെയായിരുന്നു ഇത്ര നാളും? എവിടെയായിരുന്നു താങ്കൾ? അപ്ഗ്രേഡഡ് വേർഷൻ അല്ലേ? ഇത് കൊള്ളാട്ടോ ഇത്. വേറെ സ്റ്റൈൽ, വേറെ ലുക്ക്, വേറെ പാട്ടുകൾ, വേറെ ലെവൽ style. എനർജി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ശ്രീകുട്ട, പല്ലവി തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ എനർജി, നല്ല എനർജി, വെരി വെരി എനർജറ്റിക്. ആ വന്ന സ്റ്റെപ്പ് ഉണ്ടായിരുന്നല്ലോ, പിന്നെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നല്ലോ, ഒരു കയറ് അത് വലിക്കണം ഒരു സ്റ്റെപ്പ്. കിണറിൽ നിന്ന് വെള്ളം കോറി. അതായിരുന്നു. അതാണോ അത് ഇങ്ങനെയല്ലേ വരേണ്ടത്? ഇത് ഇങ്ങനെയാ സൈഡ്. സൈഡിലുള്ള കിണറാ. ഓ, ഇങ്ങനെ വെരി ഇന്റലിജന്റ്. ഞാൻ സ്റ്റേജ് മൊത്തം വലിച്ചതാ. ഇങ്ങനെയാണ്. അപ്പൊ എന്തായാലും കലക്കി താങ്ക് യു. കേട്ടോ, എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. ആ എനർജിയിൽ ഞാൻ പകുതി സാധനങ്ങൾ നോട്ട് ചെയ്തിട്ടില്ല. അവിടെ ഇവിടെ ഒക്കെ ചെറിയ പിച്ചിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നറുമുത്തം മുത്തിന് പകരം നൽകും മുന്തിരി വള്ളി, പല്ലവി. താങ്ക് യു. ദാറ്റ് വാസ് എക്സലന്റ്. ഒരു മുത്തം തേടി തൂരിപ്പോയി മുങ്ങും ചന്ദ്രികെ മണിമുത്തം കൊണ്ട് മൂടാം ഞാൻ നിന്നെ ഓമലെ മറുമുത്തം മുത്തിനു പകരം നൽകും മുന്തിരി വള്ളി കിളിയൊച്ചെടുത്തു വരുമ്പോൾ കാതിനു തേന്മഴയല്ലേ കലകടലും കാറ്റും കാമിക്കില്ലേ ഇനി അവളും ഞാനും പ്രേമിക്കില്ലേ കലകടലും കാറ്റും കാമിക്കില്ലേ ഇനി അവളും ഞാനും ഓൺ ദ ഡൗൺ. Thank you so അതുപോലെ കിളിയൊച്ച എടുത്തു വരുമ്പോൾ കാതിന് തേന്മഴയല്ലേ. സെയിം അടുത്ത വരി. ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ. താങ്ക് യു. മിടുക്കിയാണ്. താങ്ക് യു സോ മച്ച്. അപ്ഗ്രേഡഡ് ശ്രീയക്കുട്ടിനെയാണ് ഇപ്പൊ നമ്മൾ കണ്ടിരിക്കുന്നത്. നോ ഡൗട്ട്. താങ്ക് യു. All the best. താങ്ക് യു. ഒരുപാട് രസമുണ്ടായിരുന്നു താങ്ക് യു. കാണാൻ വേണ്ടിട്ട്. താങ്ക് യു. കേൾക്കാൻ വേണ്ടിട്ട് കേടാ. താങ്ക് യു. ആഹാ, നേരത്തെ തന്നെ കോറിയോഗ്രാഫി ഒന്നും കൊണ്ടുവരാതെ അപ്പൊ തോന്നുന്ന ചില എലിമെന്റ്സ് ഇങ്ങനെ കേട്ടുന്നുണ്ടല്ലോ, അത് കൊള്ളാം കേട്ടോ. താങ്ക് യു. അങ്ങനെ തോന്നിപ്പിച്ചാണോ അങ്ങനെ തന്നെയാണോ? അല്ല, അത് ലാസ്റ്റ് ഒക്കെ ഞാൻ എനിക്ക് വേണ്ട ഒരു സംഭവം ഞാൻ വെറുതെ വൈബ് കളിച്ചതാ. വൈബ്, ആ വൈബ് ഇവിടെ കിട്ടി. കലകടലും കാറ്റും കാമിക്കില്ലേ ഇനി അവളും ഞാനും പ്രേമിക്കില്ലേ വൈബ് താങ്ക് യു. വേറൊന്നും വൈബല്ല. ഓക്കെ, അത് ഗംഭീരാണ്. പിന്നെ എനിക്കൊരു സജഷൻ എന്ന് പറയുന്നത് ഈ ഇതില് ഹുക്ക് ലൈൻ ഏതാണ്? അല്ല, കടലും കാറ്റും കാമിക്കില്ല. എന്തിനാണ് ഹുക്ക് ലൈൻ എന്ന് പറയണത്? ഫുൾ ഒരു എനർജി കൊടുത്തിട്ട് എനർജിയുടെ അല്ല, പിച്ച്. ലൈൻ എന്നുള്ള ഡെഫിനേഷൻ തന്നെ ടു ഹുക്ക് സംബഡി ഇൻ ടു ദ സോങ് ആണ്. മനസ്സിലായില്ലേ? Yeah. നമ്മളെ ആ പാട്ടിലോട്ട് ഹുക്ക് ചെയ്യുന്ന ലൈൻ ആയതുകൊണ്ടാണ് അത് ഹുക്ക് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്കും നല്ല കടലും അത് നമ്മുടെ മനസ്സിൽ വരണം. അത് അതിന്റെ ഫീൽ ഉണ്ടല്ലോ, അതിന്റെ ഒരു വൈബില്ലേ, ആ വൈബ് കുറച്ചും കൂടെ ഒന്ന് ഇംപ്രസ് ചെയ്യാന്ന് എനിക്ക് തോന്നി. ഓക്കെ. അത് മറ്റേതുപോലെ തന്നെ ഇങ്ങനെ ഒഴുകിപ്പോയി. നന്നായിരുന്നു. കിഡിലോസ്കി ആയിരുന്നു നമ്മുടെ ആര്യയുടെ ഭാഷയിൽ. കിഡിലോസ്കി. കിഡിലോസ്കി ആയിരുന്നു. അത് കാണാൻ വേണ്ടിയിട്ടും കേൾക്കാൻ വേണ്ടിയിട്ടും ഉഗ്രനായിരുന്നു. പക്ഷെ ആ ഹുക്കിന്റെ ഒരു ഗുണം അവിടെ വന്നോ എന്നൊരു സംശയം. ഓക്കെ. അപ്പൊ അത് കുറച്ചുകൂടെ ഒരു ജാങ്കോ ആയിട്ടൊന്ന് പഠിക്കും. കലകടലും കാറ്റും കാമിക്കില്ലേ ഇനി അവളും ഞാനും പ്രേമിക്കില്ലേ കലകടലും കാറ്റും കാമിക്കില്ലേ ഇനി അവളും ഞാനും പ്രേമിക്കില്ലേ
loved it. എത്ര ശ്രമിച്ചാലും ഡാൻസ് കളിക്കാൻ പറ്റാത്ത എനിക്ക് പോലും ഡാൻസ് ചെയ്യാൻ തോന്നി. അതാണ് hook line. അതാണ് ടേക്ക് അവേ ഫ്രം ദി സോങ്. കേട്ടോ, ദിസ് ഈസ് ഇൻക്രെഡിബിളി ഗുഡ്. താങ്ക് യു. അറിയാതെ നീളും രാവിൽ അഴകിന്റെ വെള്ളിത്തേര് ഇനി നീയും പോരു വാനം പാടി അലകടലും കാറ്റും കാമിക്കേ ഇനി അവളും ഞാനും പ്രേമിക്കേ അലകടലും കാറ്റും കാമിക്കേ ഇനി അവളും ഞാനും പ്രേമിക്കേ. ശ്രീയക്കുട്ടി, യെസ് this സർ. is ശ്രീയക്കുട്ടി റീലോഡഡ് അല്ലേ? പുതിയൊരു ഇൻവെൻഷൻ ആണ്. യു ആർ റീഇൻവെന്റിങ്. ആ ട്രെൻഡി ഒരു ഹെപ്പ് സ്റ്റൈലിൽ വന്നപ്പോ തന്നെ എനിക്ക് തോന്നി എന്തൊക്കെ തീരുമാനിച്ചോർച്ചാ വന്നത്. അതൊക്കെ ഉണ്ടാവും. അടിപൊളിയായി താങ്ക് യു. അല്ലേ? ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആണ് അല്ലേ? പ്രീ പ്ലാൻഡ്. യെസ്, വളരെ വളരെ ഭംഗിയായി, ഗ്രേസ്ഫുൾ ആയി. താങ്ക് യു. നമ്മളെ മൂന്നാളെയും ഡാൻസ് ചെയ്യിപ്പിച്ചു. താങ്ക് യു. അവിടെ കോറസ് അതിലേറെ ഡാൻസ് ആയിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഐ നെവർ എക്സ്പെക്ടഡ് യു ടു ഡാൻസ് ബട്ട് യു ഡിഡ് ഇറ്റ് വെരി ഗ്രേസ്ഫുള്ളി ഡിഡ് ഇറ്റ്. താങ്ക് യു. ബ്യൂട്ടിഫുൾ ഇറ്റ് വാസ്. താങ്ക് യു. അപ്ഗ്രേഡഡ് ശ്രീയക്കുട്ടിയുടെ മാർക്ക് അറിയാം നമുക്ക്. ഓക്കെ, യെസ്. 9 into 9 എത്രയാ? 9 into 9 എന്നോട് മാത്സ് മറന്നുപോയി. 81. 82 അല്ലേ? അല്ല 81. ഷുറാണോ? 82 അല്ല 81. 1981 ആ? അല്ല ആ. നമ്പർ 81. 81. Yes. 81. ഒരു 19 കൂടി കൂട്ടി എത്ര ഉണ്ടാവും? 19 എന്ന് വെച്ചാൽ 19. 19. 19. എന്റെ ബ്രെയിൻ ഇപ്പൊ ഫംഗ്ഷൻ ആവുന്നില്ല. ഒന്ന് എണ്ണി തരുമോ? നീ കുറച്ചേരം സമാധാനം എടുത്ത് നല്ല ശരിക്കും അല്ല ഒന്ന് എണ്ണി തരുമോ? സമാധാനം എടുത്ത് ഒന്ന് എണ്ണി തരണോ? ആ ഒന്ന് എണ്ണി. 81 plus എണ്ണോ? 19. അത് എങ്ങനെ എണ്ണാടാ? നീ 10 വെച്ച് കൂട്ടാദ്യം. 81 + 10. 91. 91. ആ, ഇനി ബാക്കി കൂട്ട്. ബാക്കിയോ? ആ, ഞാനിപ്പോ തലകറങ്ങിയ മൂഡിലുള്ളത്. ഒന്നും എണ്ണിത്ത. അമ്മയോട് ചോദിക്കാം. അമ്മ എടുത്ത് ചോദിക്കാം. 81 + 19 ആണ് സർ. ചേച്ചിയുടെയും ബ്രെയിൻ കട്ടായല്ലേ? ഇതൊക്കെ ആലോചിക്കണോ? 100 ആണ്. അതെ 100. സംശയമുണ്ടോ? സംശയമുണ്ടോ? ഇല്ല. അത് 99 അല്ലേ? ഇത് ആലോചിക്കാൻ എത്ര നേരം എടുത്തോ? അല്ല അത് ഞാനില്ലേ നോട്ട്ബുക്കിൽ എഴുതി വെക്കുന്ന അത് എന്റെ മനസ്സിലുള്ളത്. അവളെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ. അല്ല ഇപ്പൊ തെറ്റി. സം എന്ന് പറഞ്ഞാൽ 99 ആണ്. പിന്നെ 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 ഞാനിപ്പോ ചെയ്യും. ആ ചെയ്. It is going to be 81 plus 19. That means 100 on 100. Thank you. Thank you. Thank you. Plus 3 stars. Thank you. Thank you. Thank you. ഒരട്ടകരെ ഒരു മധുര 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 മഴ. Thank you. ഇപ്പൊ നമ്മുടെ എപ്പിസോഡിലെ ഇപ്പോഴത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേ എന്ന് പറയുന്നത് നമ്മുടെ ശ്രീയക്കുട്ടിയാണ്. ഇനി പറയാൻ പറ്റില്ല, ഈ പോക്ക് പോവാണെങ്കിൽ ഇനി വരും അടുത്ത ആളും വാങ്ങിയാലോ, നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. Okay. ഇപ്പൊ തൽക്കാലം ഒരാളാണ്, അത് ശ്രീയക്കുട്ടി. ഐഫോൺ മറക്കണ്ട. Okay, yes. ഞങ്ങൾക്ക് മറക്കണ്ട. ആര്യ ചേച്ചി വെൽക്കം. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. Thank you. പുതിയ റൗണ്ടിന്റെ തുടക്കം തന്നെ ഒരു 100+3 സ്റ്റാർസിലാണ് നമ്മുടെ ശ്രീകുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. യെസ്, 2 ഗിഫ്റ്റാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഒന്ന് നമ്മുടെ പവിഴം പ്രീമിയം കോക്കനട്ട് ഓയിൽ നൽകുന്ന ഒരു സ്നേഹോപഹാരം. Thank you. പിന്നുള്ളത് നമ്മുടെ ശ്രീയക്കുട്ടി ലിറ്റിൽ സൂപ്പർ സ്റ്റാറിന് കിൻഡ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്. Thank you. കൺഗ്രാറ്റുലേഷൻസ്. Congrats, ശ്രീയക്കുട്ടി. Thank you. ലോഡഡ് ഫ്രൈസ് എന്നൊക്കെ പറഞ്ഞല്ലോ, ലോഡഡ് ശ്രീകുട്ടി. താങ്ക് യു. Okay, thank you. താങ്ക് യു Bye. ആര്യ ചേച്ചി. ബൈ.